കേട്ടോ നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. ന്യൂ ബോൺ ബേബീസിനുള്ള അടിപൊളി സോപ്പാണ് കേട്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ന്യൂ ബോൺ ബേബീസിനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സോപ്പ് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. നമ്മുടെ ലോക്കൽ ബ്രാൻഡുകളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്തൊരു സാധനം യൂസ് ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ pH 5.5 ബേസ് വെച്ചിട്ടുള്ള സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാ ബ്രാൻഡുകളും ഇപ്പൊ ബേബി സോപ്പിന്റെ ബ്രാൻഡുകളുടെയും pH 5.5 ആയിരിക്കില്ല. നിങ്ങൾ മേടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് pH പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് pH 5.5 തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്കിപ്പോൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ന്യൂ ബോൺ ബേബീസിന്റെ അതുപോലെ തന്നെ എല്ലാ മേക്കിംഗ് ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് കാരണം നിങ്ങൾ യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള സോപ്പ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ pH 5.5 ബേസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബേസാണ് കേട്ടോ. എല്ലാ ബേസുകളുടെ പോലെ അത്ര ഹാർഡ് ആയിരിക്കില്ല, നല്ല സോഫ്റ്റ് ബേസാണ് pH 5.5 ബേസ് കേട്ടോ. പക്ഷെ നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം കട്ടിയായിട്ട് വരും കേട്ടോ. പിന്നെ കെമിക്കൽ ഫ്രീ ആയ കാരണം കൊണ്ട് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതൊരു ഗ്ലാസ് ജാറിലേക്കാണ് മാറ്റുന്നത്. ഗ്ലാസ് ജാറിലിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയാണ് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പറയാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4 ഡ്രോപ്പോളം വൈറ്റമിൻ ഇ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ ഓയിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ടാബ്ലറ്റ് ആണെങ്കിൽ ടാബ്ലറ്റ് ഒരെണ്ണോ അല്ലെങ്കിൽ 2 ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ജോജോബ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജോജോബ ഓയിലാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 6 ഡ്രോപ്പോളം ജോജോബ ഓയിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഫ്രാഗ്രൻസ് ഓയിലാണ്. അപ്പോൾ നമുക്ക് മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലായ കാരണം കൊണ്ട് തന്നെ നമുക്ക് ബേബി കെയർ ഫ്രാഗ്രൻസ് ആണ് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് റിഫൈൻഡ് ഷിയ ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഉണ്ട് വെച്ചെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഷിയ ബട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 80 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള മോൾഡാണ്. ഇതിലേക്കാണ് നമ്മൾ നിറയ്ക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 3-4 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് ബേസ് സെറ്റായി കിട്ടും കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ. കാണാനും അതുപോലെ തന്നെ യൂസ് ചെയ്യുമ്പോഴും നല്ല അടിപൊളിയാണ് സോപ്പ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മോൾഡിലാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല സ്മെല്ലാണ്. ബേബി സോപ്പിന് ഒരു പ്രത്യേക തരം സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എല്ലാവർക്കും ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി നമുക്ക് ഇത് കവർ ചെയ്തെടുക്കണം. അപ്പോൾ കവർ നമ്മൾ ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വേറൊരു കവറിലോട്ട് മാറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ സോപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് തന്നെ വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്പാണ്. ഇനി ഞാൻ ഇതിൻ്റെ pH നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
നമുക്ക് pH വെക്കാനായിട്ട് സോപ്പിൽ ശകലം വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ ചെറിയൊരു പീസ് കഷ്ണം സോപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലെ pH പേപ്പർ നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇതിൽ നിന്ന് ഒരു പേപ്പർ നമ്മൾ എടുത്ത് നമ്മുടെ സോപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന സോപ്പിന്റെ ഒക്കെ pH ഒരു 6 to 7, 8 ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ നോർമൽ ബേബി സോപ്പിനൊക്കെ നമുക്ക് വരുന്നത് 5 അല്ലെങ്കിൽ 6 ആണ് കേട്ടോ. 5.5 അല്ലെങ്കിൽ 6 ആണ് നമുക്ക് കിട്ടാറുള്ളത്. ഇപ്പൊ നമുക്ക് ഇവിടെ 5.5 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. pH ഡേ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും pH ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഏത് സോപ്പ് യൂസ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്ന സോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രയാണ് pH എന്നുള്ളത്. നമ്മുടെ സെബാമേഡിന്റെ ഒക്കെയാണ് നമുക്ക് pH 5.5 വരുന്നത് കേട്ടോ. ഇതിനൊക്കെ വളരെ റേറ്റ് കൂടുതലാണ്. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ സോപ്പ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സോപ്പിന്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ സോപ്പിന്റെ മെറ്റീരിയൽസ് മാത്രമല്ല എല്ലാ പ്രോഡക്റ്റ് കോസ്മെറ്റിക് എല്ലാ ഐറ്റംസിന്റെയും പ്രോഡക്റ്റുകൾ നമുക്ക് കിറ്റുകളായിട്ട് അവൈലബിൾ ആണ്. ഇനി ആർക്കെങ്കിലും ഇത് റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ലിപ് ബാമിന്റെ ഒക്കെ നമ്മുടെ കിറ്റുകൾ അവൈലബിൾ ആണ്. ഒരുപാട് കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ മുന്നുള്ള നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മുന്നുള്ള വീഡിയോസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.